രണ്ട് കാര്യം പറയുന്നത് എന്താണ്? He talks of and now little children abide in him that when he appears you may have confidence. നമുക്കൊരു ആത്മധൈര്യം വേണം. അതെന്താണ്? യേശുക്രിസ്തു വരുമ്പോൾ എനിക്ക് ഇനി മുതൽ ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. യേശുക്രിസ്തു വരുമ്പോൾ ഞാൻ അവൻ്റെ മണവാട്ടിയായിട്ട് അവൻ എന്നെ കാണും എന്നുള്ള ആത്മധൈര്യം. ദാറ്റ് ഈസ് എ കോൺഫിഡൻസ്. പിന്നെ രണ്ടാമത് എന്താ പറയുന്നത്? ഡു നോട്ട് ബി അഷെയിംഡ്. നമുക്കറിയാം അങ്ങനെ ദൈവം യേശുക്രിസ്തു വാനമേഘങ്ങളിൽ വരുമ്പോൾ എനിക്ക് ദൈവം എന്നെ ശിക്ഷിക്കുമെന്നുള്ള ആ ഒരു ഭയമോ ഒന്നും ഉണ്ടാകരുത്. ഡു നോട്ട് ബി അഷെയിംഡ്. എനിക്ക് ശിക്ഷയാണ് കിട്ടുന്നത് ഉള്ളത് കൊണ്ട് ആ ലജ്ജയില്ലാതെ എനിക്കൊരു ആത്മധൈര്യത്തോടു കൂടി അവൻ്റെ വരവിനെ കാത്തു നിൽക്കുന്ന ഒരു ജനമായി കാണണം. അതുണ്ടെങ്കിൽ എങ്ങനെയാണ്? അവനിൽ വിശ്വസിക്കുക, അവനോട് ലയിച്ച് ചേർന്നാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം ഇവിടെ പറയുന്നത് എബൈഡ് എന്നാണ് പറയുന്നത്. വചനം ഉപയോഗിക്കുന്നത് എബൈഡ്. അത് നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 31 ജോൺ 8:31 അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ദൈവവുമായിട്ട് എബൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇഫ് യു എബൈഡ് ഇൻ മൈ വേർഡ് യു ആർ മൈ ഡിസൈപ്പിൾസ് ഇൻഡീഡ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒന്ന് വായിക്കോ. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ യേശുവുമായിട്ട് ഞാൻ ലയിച്ച് ചേരുക? അല്ലെങ്കിൽ യേശുവായിട്ട് ഇറ്റ് ഇസ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പിന്നെയും നമ്മളെ തന്നെ ഒരു കുരിശെ കയറ്റി ഈ ഫിലിപ്പീൻസിലൊക്കെ നമുക്കറിയാം, അങ്ങനെ കേട്ടിട്ടുണ്ട്. ദുഃഖ വെള്ളിയാഴ്ച പല വ്യക്തികളും കുരിശെ കയറി അവരുടെ സ്വന്തം ആഗ്രഹത്താൽ കുരിശെ തറയ്ക്കപ്പെടും. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. വെൻ യു ഹാവ് ടു ബി ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ഇറ്റ് ഈസ് ദാറ്റ് യു ഹാവ് ടു ബിക്കം വൺ വിത്ത് ഹിം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. വെൻ യു എബൈഡ് വിത്ത് ഹിം യു വിൽ ബി എബൈഡിങ് നോട്ട് ഓൺലി ഇൻ ദിസ് ക്രോസ് ബട്ട് യു വിൽ ബി ഓൾസോ എബൈഡിങ് ഇൻ ഹിസ് റെസറക്ഷൻ. Are you with me? Are you with me? When you abide in the word you are abiding not only in the crucifixion, not only in the surrender to the will of God, not only in everything that God wanted to do, the perfect will of God, but you are also abiding in the reward which is the resurrection power. സോ ദാറ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് അവൻ്റെ വചനത്തിൽ നിലനിൽക്കണം. അങ്ങനെ വചനത്തിൽ നിലനിൽക്കുമ്പോൾ യോഹന്നാൻ 8:31 പറയുന്നത് ഇഫ് മൈ വേർഡ്സ് അബൈഡ് ഇൻ യു യു ആർ മൈ ഡിസൈപ്പിൾസ്. അങ്ങനെ ഡിസൈപ്പിൾസ് അല്ലെ ശിഷ്യന്മാരെയാണ് ദൈവം തേടുന്നത്. ഹി ഹാസ് സെഡ് മേക്ക് ഡിസൈപ്പിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും പറഞ്ഞ മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് പീപ്പിൾ. അതെങ്ങനെയാണ്? വചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തികൾ ആക്കണമെന്നാണ്. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് 1 യോഹന്നാൻ 4:9 പറയുന്നുണ്ട് ഇൻ ദിസ് ദ ലവ് ഓഫ് ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ടുവേർഡ് us that God has sent his only begotten son into the world that we might live through him. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ ഈ ലോകത്തിൽ അപ്പം നമ്മളുടെ ജീവിതം എന്തിനെ കേന്ദ്രീകരിച്ചായിരിക്കണം? യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചായിരിക്കണം. കാരണം അവനാണ് ജീവൻ. നമുക്കറിയാം വചനം പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ പറ്റുകയില്ല. അപ്പോൾ അവനെ കേന്ദ്രീകരിച്ചുള്ളൊരു ജീവിതം നമ്മൾ നയിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ പറ്റുക. പിന്നെ നമുക്കറിയാം അങ്ങനെ ജീവിക്കുവാൻ വേണ്ടി ദൈവം നമ്മൾക്ക് വളരെയധികം കൃപകൾ തന്നിട്ടുണ്ട്. ദൈവം നമ്മൾക്ക് സ്വർഗരാജ്യം തന്നെ നമ്മൾക്ക് അവകാശമായി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൂക്കയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 32-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഡു നോട്ട് ഫിയർ ലിറ്റിൽ ഫ്ലോക്ക് ഫോർ ഇറ്റ് ഈസ് യുവർ ഫാദേഴ്സ് ഗുഡ് പ്ലെഷർ ടു ഗിവ് യു ദ കിങ്ഡം. സ്വർഗരാജ്യം നമുക്ക് ദാനമായി തരുവാൻ ദൈവത്തിന് അത് വലിയ സന്തോഷമായി തന്നിരിക്കുകയാണ്. ഒന്ന് വായിക്കുക സിസ്റ്റർ. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ സ്വർഗരാജ്യം തരുവാനായിട്ട് നമ്മളുടെ പിതാവ് യഹോവ എന്താ പ്രസാദിച്ചിരിക്കുകയാണ്. ദൈവം നമ്മൾക്ക് ആ സ്വർഗരാജ്യവും അതിൻ്റേതായ എല്ലാ അവകാശങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ ഒരു പരാജയപ്പെട്ട ജീവിതം നമ്മളിവിടെ നയിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. God has given us the kingdom of God. He has given us the authority. He has given us the abundance in the kingdom. അത് നമ്മൾ മനസ്സിലാക്കി വിശ്വസിച്ച് അത് പ്രാപിച്ചാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഗലേഷ്യൻസ് 3-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നത് യേശുക്രിസ്തു ആ കുരിശിൽ മരിച്ചെന്നാണ് സോ ദാറ്റ് ദ ജെന്റൈൽസ് മൈറ്റ് ഗെറ്റ് ദ ബ്ലെസ്സിങ്സ്
promise to Abraham. വിജാതിയർക്ക് എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. That is to become heirs of the kingdom of God. സ്വർഗരാജ്യത്തിലെ അവകാശികളാകുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ആ കുരിശേൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചത്. പക്ഷെ സാത്താന് ഈ അറിവ് നമ്മൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾക്ക് ഭയമുണ്ടാകുകയില്ല. പിന്നെ അവന് നമ്മളെ പേടിപ്പിക്കാൻ പറ്റുകയില്ല, അല്ലേ? അവന് നമ്മളെ പേടിപ്പിക്കാൻ പറ്റുകയില്ല. ഞാൻ ദൈവത്തിൻ്റെ രാജ്യത്തിലൊരു അംഗമാണെന്നും ദൈവത്തിൻ്റെ അവകാശങ്ങളൊക്കെ, സ്വർഗരാജ്യത്തിലെ അവകാശങ്ങളും കഴിവുകളും ശക്തിയും ഒക്കെ എനിക്കും അവകാശമാണ്, എൻ്റെതാണ് എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പുതിയ അറിവാണ് കിട്ടുന്നത്. ആ അറിവ് കിട്ടിയാൽ പിന്നെ അവൻ്റെ ആധിപത്യത്തിൽ, അവൻ്റെ കൺട്രോളിൽ നിന്ന് ഞാൻ മാറിപ്പോകും. അതുകൊണ്ട് അവൻ മനുഷ്യനെ ഇന്ന് കൺട്രോൾ ചെയ്യുന്നത് എന്താ? കബളിപ്പ് വഴിയാണ്. ഹി കൺട്രോൾസ് ദ വേൾഡ് ബൈ ഡിസെപ്ഷൻ. തെറ്റായ പ്രബോധനങ്ങൾ വഴിയും തെറ്റായ ടീച്ചിങ്സ് വഴിയും ഒക്കെ. വചനം ശരിയല്ല, വചനം മാത്രം പോരാ, നിയമം വേണം, ആചാരം വേണം, അനുഷ്ഠാനം വേണം, പാരമ്പര്യം വേണം, ഇതെല്ലാം കൂടെ ആകുന്ന ഒരു അവിയലാണ് നിങ്ങളെ രക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കബളിപ്പിലൂടെ പിശാച് മനുഷ്യനെ നയിക്കുവാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 3:7, 1 John 3:7 പറയുന്നത്, ലിറ്റിൽ ചിൽഡ്രൻ ലെറ്റ് നോ വൺ ഡിസീവ് യു. He who practices righteousness is righteous, and just as he is righteous. അപ്പോൾ deception is the key, or is the main thing that devil uses. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴി തെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. അതെ, ആ നീതി എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ എന്തുമാത്രം പ്രാശ്ചിത്തം ചെയ്തിട്ടാണ് നീതി കിട്ടിയത്? നമ്മൾ എന്തുമാത്രം നിയമം അനുസരിച്ചിട്ടാണ് നീതി കിട്ടിയത്? ആണോ? അല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നീതി ദാനമാണ്, വെറുതെ തന്നതാണ്. അതുകൊണ്ടാണ് ക്ലാസിക്കായിട്ട് പറയുന്ന വചനം 2 കൊറിന്ത്യൻസ് 5:21 2 Corinthians 5:21 പറയുന്നുണ്ട്, He who knew no sin was made sin for us that we might become the righteousness of God in him. Such a beautiful word. അതിൽ God's word is explaining so beautifully. അത് യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപമായി. എന്തിനു വേണ്ടി? യേശുവിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി അവൻ വഴി നമ്മൾക്ക് പ്രാപിക്കുവാൻ വേണ്ടി. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മൾക്ക് വേണ്ടി പാപമാക്കി. ഇപ്പോൾ നമ്മളറിയാം, നമുക്ക് മനസ്സിലാക്കണം, അങ്ങനെ ദൈവത്തിൻ്റെ നീതി ആകണമെന്നുണ്ടെങ്കിൽ പാപരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി ദൈവം, നമുക്കറിയാം നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ് അല്ലേ? ഈ ജീവിതത്തിൽ ഇനിയും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് പല മേഖലകളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, if you sin, confess your sin, God is faithful and just to forgive you and to cleanse you from all unrighteousness. അല്ലേ? 1 John 1:9 പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ there is a chastisement that comes from God. ദൈവത്തിൻ്റെ ഒരു ശിക്ഷണം വരുന്നുണ്ട്. അതുകൊണ്ട് എഫിഷ്യൻസ് 5:26 പറയുന്നുണ്ട്, യു ഷാൽ ബി ക്ലെൻസ്ഡ് ബൈ ദ വാഷിംഗ് ഓഫ് ദ വാട്ടർ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. അത് ക്ലെൻസിങ് കംസ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ദർ ഇസ് എ ചാസ്റ്റൈസ്മെൻറ്റ്. നമ്മൾ ഒന്ന് വായിക്കാവോ? ഹീബ്രൂസ് 12:5 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആൻഡ് യു ഹാവ് ഫൊഗോട്ടൻ ദ എക്സോർട്ടേഷൻ വിച്ച് സ്പീക്സ് ടു യു ആസ് സൺസ്. മൈ സൺ, ഡു നോട്ട് ഡിസ്പൈസ് the chastening of the Lord, nor be discouraged when you are rebuked by him. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനുമാകരുത്. അപ്പോൾ you must allow the word to cleanse you. വചനം നമ്മൾ ഒരു ചാസ്റ്റൈസ്മെൻറ്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ അല്ലാതെ നമ്മളെ ഡിസ്കറേജ് ചെയ്യാനല്ല. ദൈവം നമ്മളെ കപടനാട്യക്കാരാ എന്ന് വിളിക്കുകയാണ് വചനത്തിലൂടെ. ദൈവം നമ്മളോട് പറയുകയാണെങ്കിൽ, ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ഡിസ്കറേജ്മെൻറ്റ്, ടേക്ക് ഇറ്റ് ആസ് എ ചാസ്റ്റൈസ്മെൻറ്റ്. എൻ്റെ ജീവിത രീതിയും എൻ്റെ പ്രവൃത്തികളും ചിന്തകളൊക്കെ ഞാൻ മാറ്റേണ്ട സമയമായി. ഞാൻ എല്ലാവരെയും, ലോകത്തിലുള്ള എല്ലാവരെയും കബളിപ്പിച്ച് ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ പോലും എൻ്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ആ ന്യായാസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഒരു ഒഴിവുകേടും പറയുവാൻ
പറ്റുകയില്ല. നമ്മൾ അങ്ങനെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, മനുഷ്യ നീ ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അങ്ങനെയൊക്കെ ഉള്ള വചനങ്ങൾ നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്യുവാൻ നമ്മൾ സമ്മതിക്കണം. അപ്പോൾ നമ്മൾ ഒരു പശ്ചാത്താപത്തിലൂടെ ത്രൂ റിപ്പൻറ്റൻസ് വി വിൽ കം ബാക്ക് ടു ഗോഡ്. യു മസ്റ്റ് allow the word, അതല്ലേ എഫെസ്യർ നേരത്തെ പറഞ്ഞ, യു വിൽ ബി ക്ലെൻസ്ഡ് ബൈ ദ വാഷിംഗ് ഓഫ് ദ വാട്ടർ ബൈ ദ വേർഡ്. വചനമാണ് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ നമ്മൾ സമ്മതിക്കേണ്ടത്. പിന്നെ അതിൻ്റെ തന്നെ 6, 7, 8 വചനങ്ങളൊന്ന് വായിക്കാമോ? ഹീബ്രൂസ് 12. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. അപ്പോൾ നമുക്കറിയാം, സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ശിക്ഷിക്കുന്നത്, അല്ലേ? എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ നന്മയ്ക്ക് വേണ്ടി, അവൻ്റെ ഭാവി നന്നായിരിക്കുവാൻ വേണ്ടി താൽക്കാലികമായ ഒരു ശിക്ഷ കൊടുക്കുന്നതിൽ ഞാൻ മടിക്കുകയില്ല, അല്ലേ? അതേസമയത്ത് നമ്മൾ വഴിയെ പോകുന്ന വല്ലവരും എന്തെങ്കിലും ചെയ്ത് അവരെ ശിക്ഷിക്കാൻ പോവുമോ? ഇല്ല. കാരണം അവനും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ശിക്ഷിക്കുന്നത് ആരാണ്? നമ്മൾ മക്കളെയാണ് ശിക്ഷിക്കുന്നത്. ഐ വിത്ത് മീ? മക്കളെ. അപ്പോൾ ദൈവം നമ്മൾ വചനം വഴി നമ്മൾക്ക് ഒരു ചാസ്റ്റൈസ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ഉൾക്കൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിത രീതികൾ മാറ്റണം എന്ന് നമുക്കൊരു തീരുമാനം വരികയാണെങ്കിൽ, അത് ദൈവം നമ്മളെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി, അല്ല നിനക്ക് ഒരു രക്ഷയില്ല, നീ ഒരു കൊള്ളരാത്ത ഒരാളാണ് എന്ന് പറയുവാൻ വേണ്ടിയല്ല. അതിനുപരി അത് വായിച്ച് അത് മനസ്സിലാക്കി ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിലേക്ക് തിരികെ വരുവാൻ വേണ്ടിയാണ്. ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ അങ്ങനെ ശിക്ഷിക്കുന്നത്. പിന്നെ വായിച്ച് ബാക്കി. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോടും പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? നമുക്കറിയാം ഇവിടെ, for if you endure chastening, God deals with you as with sons. For what son is there whom a father does not chasten? അപ്പോൾ you must allow the word to cut you. കാരണം പറയാം, അപ്പോസ്തല പ്രവർത്തനത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, അവർ വചനം കേട്ടപ്പോൾ പറഞ്ഞു, വാട്ട് മസ്റ്റ് വി ഡു ടു ബി സേവ്ഡ്? അപ്പോൾ പറഞ്ഞു, റിപ്പന്റ്. യു മസ്റ്റ് അലൗ ദ വേർഡ് ടു വർക്ക് ഇൻ യുവർ ലൈഫ്സ്. അല്ലാതെ ആ വചനം വെച്ചിട്ട് വേറെ ഏത് വ്യക്തിക്കാണ് ഇത് കൊള്ളുന്നത്, അതല്ല നോക്കേണ്ടത്. അത് എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് കൊള്ളുന്നത് എന്ന് നോക്കണം. അങ്ങനെ നമ്മൾ യു മസ്റ്റ് അലൗ ദ വേർഡ് ടു ചേസൻ യു. കാരണം 8ാമത്തെ വചനം പറയുന്നത്, ബട്ട് ഇഫ് യു ആർ വിതൗട്ട് ചേസനിങ്, that is, you don't allow the word to chasten you, of which all have become partakers, then you are illegitimate and not sons. ചില സ്ക്രിപ്റ്റുകളിൽ പറയുന്നത് ഇല്ലെജിറ്റിമേറ്റ് എന്നല്ല, അവർ വളരെ കട്ട് ആൻഡ് ഡ്രൈ, യു ആർ ബാസ്റ്റേഡ്സ് എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഒന്ന് വായിച്ചേ. എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. We don't belong to the kingdom. പക്ഷെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശാസിക്കും. ആ ശാസനം നമ്മൾ സ്വീകരിച്ച് അത് ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കണം. പിന്നെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അത്രയും സ്നേഹിക്കുന്നു. പക്ഷേ ഈ ലോകത്ത് നോക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ സ്നേഹം ആസ്വദിക്കുന്നില്ല. No one is responding to the love of God. They are going against the kingdom. They are becoming, യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ, ജെയിംസ് 4:4 പറയുന്നത് പോലെ, if you are a friend of God, a friend of the world, you are an enemy of God. ഈ ലോകത്തെ മുറുകെ പിടിച്ച് ലോകം മാത്രം മതി എന്ന് കണ്ട ഒരു ജനമുണ്ട്. അവരെ കുറിച്ചാണ് ദൈവം ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 34-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഓ ജെറൂസലം, ഓ ജെറൂസലം, the one who kills the prophets and stones those who are sent to her, how often I wanted to gather your children together as a hen gathers a brood under her wings, but you were not willing. ജെറൂസലം, ജെറൂസലം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ടവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. There is a great desire from God. അത് നമ്മളെ ആ ഒരു പെടക്കോഴി ആ കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സംരക്ഷിച്ച് ഒരുമിച്ച് നിർത്തുന്നത് പോലെ അത് ആഗ്രഹിച്ച്, പക്ഷേ സമ്മതിക്കുന്നില്ല. ടുഡേ ദ വേൾഡ് ഇസ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ അന്ധകാരമായിരുന്നത് നമ്മളെ പ്രകാശമാക്കിയതാണ്. എഫിഷ്യൻസ് 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വായിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യു വേർ വൺസ് ഡാർക്ക്നെസ്. അവിടെ പറയുന്നത് യു വേർ വൺസ് ഇൻ ഡാർക്ക്നെസ് എന്നല്ല പറയുന്നത്. ഇറ്റ് നെവർ സേസ് യു വേർ വൺസ് ഇൻ ഡാർക്ക്നെസ് എന്നല്ല, യു വേർ ഡാർക്ക്നെസ് പെർസോണിഫൈഡ്. യു വേർ ഡാർക്ക്നെസ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ബട്ട് നൗ യു ആർ ഇൻ ലൈറ്റ് എന്നല്ല പറയുന്നത്, നൗ യു ആർ ലൈറ്റ്. ജീസസ് ഇസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നൗ യു ആർ ഓൾസോ ലൈറ്റ്. യു ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്. Earlier, darkness is associated with Satan.
അവിടെ പറയുന്നത് സേറ്റന്റെ കീഴിൽ അല്ലെങ്കിൽ അവന്റെ അന്ധകാരത്തിന് കീഴിലല്ല എന്നാ പറയുന്നത് നീ സാത്താനോട് കൂടെയായിരുന്നു, സാത്താനോട് കൂടി ചേർന്നായിരുന്നു, നീ അന്ധകാരമായിരുന്നു. പക്ഷെ ഇന്ന് ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുവിനോട് കൂടെ നീ ചേർക്കപ്പെട്ടിരിക്കുന്നു. യു ആർ ലൈറ്റ് എന്നാ പറയുന്നത്. ഒന്ന് വായിച്ചേ. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു. നിങ്ങൾ അന്ധകാരമായിരുന്നു. സാത്താൻ അന്ധകാരമായിരുന്നത് പോലെ നിങ്ങളും അന്ധകാരമായിരുന്നു. ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. കർത്താവിൽ പ്രകാശം. യു ആർ ലൈറ്റ് വിത്ത് ക്രൈസ്റ്റ്. സോ ഇമ്പോർട്ടൻറ്റ് പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളെ കണക്കാക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. മനുഷ്യനത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഹി ഹാസ് എൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഹലോ, രാജാവിൻ്റെ മേശയിൽ ഉണ്ണാൻ വരുമ്പോൾ വേണ്ട ഞാനിവിടെ നിലത്തിരുന്നോളാം. യു തിങ്ക് ദാറ്റ് ഇസ് ഫാൾസ്. ഇറ്റ് ഇസ് എ ഹ്യൂമിലിറ്റി. നോ, ഇറ്റ് ഇസ് ഫാൾസ് ഹ്യൂമിലിറ്റി. ആർ യു വിത്ത് മീ? ഇറ്റ് ഇസ് ഫാൾസ് ഹ്യൂമിലിറ്റി. സ്വർഗത്തിലെ രാജാവിൻ്റെ കൂടെ ഇരുന്ന് ഊട്ടുമേശയിൽ വന്ന് ഉണ്ണാൻ വിളിക്കുമ്പോൾ വേണ്ട ഞാനിവിടെ നിലത്തിരുന്ന് പട്ടിയെ പോലെ കഴിച്ചോളാം എന്ന് പറയുന്നത് ഈസ് നോട്ട് ഒരു റിലിജിയോസിറ്റി അല്ല. ഇറ്റ് ഇസ് നോട്ട് ഹോളിനെസ്. ഇറ്റ് ഇസ് ഫാൾസ് ഹ്യൂമിലിറ്റി. Rejecting what God calls you to. Today, my dear brother, my sister, we have a great inheritance. We are not like the festival that is being celebrated. We are not talking of a great period that was there and looking at it for once a year. Allah. We are looking at the great promise that God has given for eternal life, eternity. So it is not in a place of despair and darkness. We are not just looking one day of the year at the light, but we are rejoicing that we have been taken out of the darkness and placed into the kingdom of light, eternity. This is what we are so blessed with. Hallelujah. പിന്നെ കാരണം ദൈവം പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം. എഫെസ്യൻസ് 5-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ അന്ധകാരമായിരുന്ന എന്നെ ദൈവം പ്രകാശമാക്കിയിട്ടുണ്ടെങ്കിൽ 1-ാമത്തെ വചനം എന്താ പറയുന്നത്? എഫെസ്യൻസ് 5:1 പറയുന്നത്, therefore be imitators of God as dear children. Be imitators of God. ആരെ പോലെ ഇമിറ്റേറ്റ് ചെയ്യണ്ടേ? God. Hallelujah. കാരണം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-27 വചനങ്ങൾ പറയുന്നത് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അവന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. God has created man. In the book of Genesis chapter 1 verse 26 and 27, that God has created man in his own image and likeness. So you have an opportunity, or you have an obligation to imitate God, to be like him. I'm not saying to be God, Allah, to be like him. To have the character and the nature of God. Hallelujah. So we have to have, if God is love, we have to be love. Are you with me? If God is obedient, yes, Jesus is obedient. They say in the book of Philippians chapter 2, it says he was obedient to the extent that he gave up his divinity and he came and he was born just like one of us and he suffered a cruel death. Obedience to the Father. If God is obedient, the character of obedience must be. നമ്മളുടെ ആ അനുസരണത്തിൻ്റെ സ്വഭാവം നമ്മളുടെ ജീവിതത്തിലും വേണം. So imitate Jesus. Are you with me? Imitate Jesus in every area of your life. That is why he called you from darkness. That is why he gave you the freedom from sin. അല്ലാതെ കാക്കയെ പോലെ പറന്നു പോകാനല്ല. It is like the pigeon to come back. Are you with me? പിന്നെ എഫെസ്യൻസ് 5-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പറയുന്നത്, walk in love as Christ also has loved us and gave himself for us. സ്നേഹം, love. ഇവിടെ ലവ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും അയൽക്കാരൻ്റെ സ്നേഹത്തെ കുറിച്ച് പറയുള്ളൂ. അയൽക്കാരനെ സ്നേഹിക്കണം, അയൽക്കാരനെ കെട്ടിപ്പിടിക്കണം. പ്രിയപ്പെട്ടവരെ, അയൽക്കാരനെ കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തെ കെട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുകയും വേണം. അങ്ങനെ ദൈവത്തെ കെട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അയൽക്കാരനെ സ്വാഭാവികമായിട്ട് നിങ്ങൾ സ്നേഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യും. വായിച്ചേ എഫെസ്യൻസ് 5:2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. Hallelujah. 1 യോഹന്നാൻ 2:3 വായിക്കോ. Now by this we know that we know him. By this we know that we love him if we keep his commandments. By this we know that we know him if we keep his commandments. അവൻ്റെ വചനം അനുസരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അവനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന്. Are you with me? പിന്നെ വായിച്ചു 1 John 2:3. നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. പിന്നെ
നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മളൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൽ ഏറ്റവും വലിയൊരു നേട്ടം എന്താണ്? നമ്മൾക്ക് പാപമോചനമുണ്ട്. അവൾ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 John 2:12 പറയുന്നുണ്ട്, I write to you like little children because your sins are forgiven you for his name's sake. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? അവൻ ആ കുരിശേല ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്തം ചിന്തി. എന്തിന്? എൻ്റെയും നിങ്ങളുടെയും പാപമോചനത്തിന് വേണ്ടി. ഇന്ന് വായിച്ചത് 12. കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവന്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ നാമത്തെ പ്രതി, ബിക്കോസ് ജീസസ് ഡൈഡ് യു ഹാവ് ബീൻ ഫോർഗിവൺ. യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ബിക്കോസ് ഫോർ ഹിസ് നെയിംസ് സേക്ക്. അങ്ങനെ പിതാവായ ദൈവം ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ മരണം he will not take it lightly. അവൻ മരിച്ചതുകൊണ്ട് for his name's sake you and I are forgiven. You and I are justified before God. And this is available for whom? For the little children. മക്കളാകുന്നവർക്ക്. പ്രിയപ്പെട്ടവരെ, ഈ forgiveness ഒക്കെ ഈ വഴിയെ പോകുന്നത് യേശുവിനെ തെറി പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്കൊന്നുമല്ല. അതുകൊണ്ട് മരിച്ചിട്ട് ആ പെട്ടി കിടക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് പോയി എഴുന്നേറ്റ് പോയി എന്നൊക്കെ പറഞ്ഞ് വെറുതെ കബളിപ്പാണത്. ഇങ്ങനത്തെയുള്ള വാഗ്ദാനങ്ങൾ പ്രിയപ്പെട്ടവരെ മക്കൾക്കാണ്. മക്കളാരാണ്? ദൈവാത്മാവിലാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർക്കുള്ളതാണ്. ബിക്കോസ് ഓഫ് ഹിം യുവർ സിൻസ് ആർ ഫോർഗിവൺ. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് അവിടെ കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലി അല്ല മെഴുതിരി കത്തിച്ച് കുറച്ച് കുന്തിരിക്കൊക്കെ പുകച്ചതുകൊണ്ട് ഒന്നും പാപമോചനം കിട്ടുന്നില്ല. പാപമോചനം കിട്ടുന്നത് ആ പാപമോചനം തരുവാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നേടിയെടുത്ത യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോഴാണ് പാപമോചനം കിട്ടുന്നത്. അവനാണ് എൻ്റെ രക്ഷകനെന്ന് അംഗീകരിച്ച് അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് പാപമോചനം കിട്ടുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂതാശകളുടെ അടിസ്ഥാനത്തിലോ അല്ല. പാപമോചനം ആ രക്ഷകന് മാത്രമേ തരാൻ പറ്റുകയുള്ളൂ. രക്തം ചിന്തിയതുകൊണ്ട്, അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതുകൊണ്ട്, അവൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വന്നതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രിയപ്പെട്ടവരെ വെറുതെ ഒരു ബാഹ്യമായ ഒരു ഔട്ട്വേർഡ് ഫോം ഓഫ് റിലിജിയൻ അല്ല ദൈവം കണക്കാക്കുന്നത്, അല്ല നോക്കുന്നത്. He has freed you to become sons and daughters of God who are faithful to the Father. Can you imagine a son who is അപ്പന് പാര വയ്ക്കുന്നവൻ മകനെ? I mean, it is such a sad thing. അല്ലേ? സ്വന്തം വീട്ടിൽ പാര വയ്ക്കുക. Just destroying God's purpose and plan. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:18 വായിച്ചേ. My little children, let us not love in word and in tongue, but in deed and in truth. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. വാക്കിലുമല്ല, സംസാരത്തിലുമല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ബാഹ്യമായ ഒരു ഔട്ട്വേർഡ് ഫോം ഓഫ് റിലിജിയൻ അല്ല. He is expecting to love him in deed and in truth. എങ്ങനെയാ ഡീഡ്? വചനമനുസരിച്ച്. ട്രൂത്ത് എങ്ങനെയാണ്? ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് അങ്ങനെ ആ ദൈവത്തെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് റോമർക്കുള്ള 8-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നത്, അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ the Spirit himself bears witness with our spirit that we are children of God. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളൊരു സാക്ഷ്യം വേണ്ടേ? ആ സാക്ഷ്യം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും കൂടെ കൂടി സാക്ഷ്യപ്പെടുത്തും അത് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണെന്ന്. വായിച്ചേ. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം വരും. That is the greatest witness, that the Spirit of the living God will join with my spirit and declare that you and I are children of God. Hallelujah. ഇപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വചനമുണ്ട്. 1 യോഹന്നാൻ 4:4 അല്ലേ? അവിടെ പറയും the spirit within me is stronger than the spirit outside. അല്ലേ പ്രിയപ്പെട്ടവരെ, അതൊക്കെ വെറും കബളിപ്പാണ്. ഇങ്ങനെ ഒരു ബന്ധം ദൈവമായിട്ട് ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് കബളിപ്പാണ്. ഒന്ന് വായിച്ചേ. എപ്പോഴും പല വ്യക്തികളും അവർക്ക് അർഹതയില്ലാതെ പോലും പറയുന്ന ഒരു വചനമാണിത്. വായിച്ചേ. 1 John 4:4. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളിൽ ഉള്ളവൻ
ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഉള്ളിലുള്ളത് ലോകത്തിൻ്റെ തന്നെയാണെങ്കിൽ പിന്നെ വലിയവനാവാൻ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവിടെ കബളിപ്പ് വന്നിട്ട് they will be there will be total deception there. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളുള്ളവൻ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണെങ്കിൽ ആ ആത്മാവും നിങ്ങളുടെ ആത്മാവും കൂടെ ലയിച്ച് ഒന്നാകുമ്പോൾ ആ ആത്മാവ് ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളെക്കാൾ ശക്തനാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ എന്ത് സംഭവിക്കുമെന്ന്, അങ്ങനെ കബളിപ്പായിട്ട് ഒരു നാടകം കഴിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായം 13 മുതൽ 17 വരെ വചനങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം സ്കേവ എന്ന് പറയുന്ന പുരോഹിതൻ്റെ 7 മക്കളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചിലർ, അത് തന്നെ 13 മുതൽ 17 വരെ. പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതാ അതിന് അഡ്രസ് ഉണ്ട്. എന്താ അഡ്രസ്സ്? പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ, അല്ലാതെ എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അല്ല. അപ്പോൾ അവിടെ ഒരു അഡ്രസ്സ് പൗലോസിൻ്റെ അഡ്രസ്സാണ്, കെയർ ഓഫ് പൗലോസ്. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. അശുദ്ധാത്മാവും ചില വിവരമുള്ളവനാണ്. അവൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: യേശുവിനെ എനിക്കറിയാം, യേശുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം, പൗലോസിനെയും അറിയാം, പൗലോസിനെയും എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ നിങ്ങളാരാണ്? നിങ്ങളാരാണ്? നിങ്ങൾക്ക് എന്നോട് ഇറങ്ങി പോടാന്ന് പറയാനുള്ള യോഗ്യത എന്താണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. അവരുടെ തൊപ്പി മാത്രമല്ല, അവരുടെ തുണി പോലും പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ്സ് നോട്ട് ടു ബി ലൈറ്റ്ലി ടേക്കൺ കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ നാമം, അതാണ് ദൈവത്തിന് പറയുന്നുണ്ടല്ലോ, thou shalt not take the name of the Lord thy God in vain. അർഹതയില്ലാതെ ദൈവത്തിൻ്റെ നാമം എടുക്കരുത്. എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചില തിരിച്ചടി കിട്ടും, ചില ഉടുപ്പ് പോലും പോകും. Hallelujah. Because unless you are worthy, that worthiness comes from a fellowship with Jesus Christ. Fellowship comes from surrendered life. പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിലെ അവകാശിയാകുകയാണ്. സ്വർഗരാജ്യത്തിലെ അവകാശിയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, സക്കറിയ പ്രവാചന പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പറയുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് അനുഭവിക്കുവാൻ പറ്റുന്നതാണ്. അതെന്താണ്? സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എൻ്റെ ആത്മാവിലാണ് എന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. It is not by might, it is not by power, it is by my spirit, says the Lord of hosts. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മല വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഇടിച്ച് നീക്കാനുള്ള ആ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവിന് പറ്റും. എപ്പോൾ ആ ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ. കാരണം അത് നിങ്ങളുടെ അവകാശമാണ്. It is your inheritance that you rule and reign just as Christ is ruling and reigning. Are you with me? അതിനാണ് പ്രിയപ്പെട്ടവരെ റോമൻസ് 8-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നത്, there is therefore now no condemnation for those who are in Christ Jesus, who walketh not according to the flesh but according to the Spirit of the living God, who have been freed from the law of sin and death, and who now live in the law of grace, love and the power of God. Proclaim that, declare it. See, when you confess it, it will happen in your life. നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് അത് ഏറ്റുപറയണം. ഞാൻ ദൈവത്തിൻ്റെ മകനും മകളാണ്, സ്വർഗരാജ്യത്തിലെ ഒരു അവകാശിയാണ്. യേശു ക്രിസ്തുവിനുള്ള എല്ലാ അവകാശങ്ങളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ അവകാശത്തിലും അധികാരത്തിലും ഞാൻ ഇന്നു മുതൽ എൻ്റെ ക്രിസ്ത്യ ജീവിതം നയിക്കുമെന്ന് നിങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ എല്ലാ അന്ധകാര ശക്തികളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, അവൻ പറയും ഇവിടെ ഇത് നടക്കുകയില്ല എന്ന് പറഞ്ഞ് പോകും. പിന്നെ you will be able to have a victorious Christian life. God has predestined you to the adoption that is in Christ Jesus. അത് നമ്മൾ സ്വീകരിക്കണം. We must accept our adoption.